Hello dear students. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ CVT പരീക്ഷയുടെ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് എൻ്റെ ബ്രോഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ CVTയുടെ ബ്രോഷറിൽ നമുക്ക് ഇവിടെ നമ്മൾ ആദ്യം കുറച്ച് 3 സ്റ്റുഡൻസിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ CVT ഐക്കാർ പരീക്ഷയിൽ 2024 നമ്മുടെ ടോപ്പേഴ്സാണ്. ഓൾ ഇന്ത്യ റാങ്ക് 2 ഉണ്ട്, 3 ഉണ്ട്, 9 ഉണ്ട്. അതുപോലെ 100-നകത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 13 സ്റ്റുഡൻസോളം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ റിസൾട്ടാണ് CVT ഐക്കാർ പരീക്ഷ അഗ്രികൾച്ചറിൻ്റെ. പിന്നെ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സബ്ജക്റ്റ് വൈസ് ഫുൾ സ്കോർ, അതായത് ഫുൾ സ്കോർ 200-200 സ്കോർ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണവും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിലുണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് ബാച്ചാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത ബാച്ച് ഫെബ്രുവരി 15-നുണ്ട്, പിന്നെ അതിനുശേഷം മാർച്ച് 20-നുണ്ട്. പിന്നെ അതിനുശേഷമുള്ള ബാച്ചുകൾ നമ്മൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ല, അതുപോലെ തന്നെ ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ വിളിച്ചാൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് ഫീസിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫീസ് വരുന്നത് ഇപ്പോൾ 2 സെക്ഷനായിട്ടാണ് ഫീസ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഫെബ്രുവരി 15-ൻ്റെയും അതുപോലെ തന്നെ മാർച്ച് 20-ൻ്റെയും ഫീസാണ്. അടുത്തൊരു ബാച്ച് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫീസ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. നമുക്ക് CVTയിൽ നമ്മൾ മൊത്തം 6 സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അതായത് PCMBയുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും തന്നെയായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഫീസാണ് ഈ കാണിച്ചേക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി തന്നെയായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഫീസ് കാണിച്ചിട്ടുണ്ട്. അതല്ല, നിങ്ങൾക്ക് 6 സബ്ജക്റ്റ് മൊത്തം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഫീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രില്യൻറ്റിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും CVT പ്രോഗ്രാം തികച്ചും ഫ്രീ ആണ്. 1 രൂപ പോലും മുടക്കേണ്ടതായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ബ്രില്യൻറ്റിൽ ഓൾറെഡി നിങ്ങൾ എൻറോൾ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്ററോടൊക്കെ സംസാരിച്ച് ഇതിനകത്ത് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ ക്രാഷ് എഞ്ചിനീയറിംഗ് മെഡിക്കലിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 875 റുപ്പീസിൽ കൊടുത്ത് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. അവർ ഈ ഫീസ് അടയ്ക്കേണ്ട, 875 റുപ്പീസ് അടച്ചാൽ മതിയാകും. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് സ്കോളർഷിപ്പ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുത്തേക്കുന്നത് 2023-ൽ, അതായത് ഇപ്പോൾ നിലവിൽ +1 +2 CBSE ISC പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ലാസ്റ്റ് എഴുതിയ ബോർഡ് എക്സാം 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാം ആയിരിക്കും. അപ്പോൾ ആ ബോർഡ് എക്സാമിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം. 96 ആൻഡ് എബോവ് ഉള്ളവർക്ക് നമ്മൾ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യും. നിലവിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് +1 മാർക്കിനെ, അതായത് അവർ എഴുതിയ ലാസ്റ്റ് ബോർഡ് പരീക്ഷ +1 ആണ്. അപ്പോൾ ആ ബോർഡ് പരീക്ഷ ബേസ് ചെയ്ത് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അവർക്കും 96% മുകളിൽ മാർക്കുള്ളവർക്ക് നമ്മൾ ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ സ്കോളർഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മൊത്തം ഒന്നുകൂടെ പറയാം, 6 സബ്ജക്റ്റാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അതുപോലെ തന്നെ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും ഉണ്ട്. നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് കോമ്പിനേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ CVTയുടെ ജസ്റ്റ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ തന്നതാണ്. നമുക്കിനി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഒരു സെർച്ച് ബ്രൗസർ എടുത്തിട്ട് നിങ്ങൾ അതിനകത്ത് ബ്രില്യൻ പാല എന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന റിസൾട്ട് നിങ്ങൾക്ക് നോക്കി കാണാം. brilliantpala.org എന്ന ഒരു വെബ് പേജാണ്. അത് ഞങ്ങളുടെ ഹോം പേജാണ്, ഞങ്ങളുടെ ഒറിജിനൽ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അതിലോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോം പേജിലോട്ട് എത്തും. ഇവിടെ നിന്നും നമുക്കിനി പോകാനുള്ളത് CVTയുടെ കോഴ്സ് പേജിലോട്ടാണ്. അവിടെ നമുക്ക് 2 രീതിയിൽ പോകാം. ഒന്ന്, കോഴ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ക്രാഷ് പ്രോഗ്രാം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് CVT എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം ക്ലിക്ക് ചെയ്ത് CVTയുടെ കോഴ്സ് പേജിലോട്ട് പോകാം. അല്ലെങ്കിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ക്രാഷ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, ക്രാഷ് പ്രോഗ്രാം ഫോർ മെഡിക്കൽ എഞ്ചിനീയറിംഗ് CVT. അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 പ്രോഗ്രാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണ്ടത് CVT പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം നമുക്ക് എടുക്കാം. അതിൽ നമുക്ക് കോഴ്സ് ബ്രോഷർ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ട കോഴ്സ് ബ്രോഷർ ഇപ്പോൾ ഓപ്പൺ ആയി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് വീഡിയോ എന്ന് പറഞ്ഞതുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. രജിസ്ട്രേഷൻ വീഡിയോ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണും. ഓക്കെ, നമുക്ക് ഇവിടുന്ന് രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളോട് സ്റ്റുഡൻറ്റ് ഐഡിയും പാസ്വേഡും ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ഐഡി, നിങ്ങൾ ഓൾറെഡി ഇവിടെ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് ഐഡിയും പാസ്വേഡും ഉണ്ടാകും. ഇൻ കേസ് നിങ്ങൾ അതിൻ്റെ സ്റ്റുഡൻറ്റ് ഐഡിയും പാസ്വേഡ് മറന്നുപോയാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഫോർവേഡ് പാസ്വേഡ് അടിച്ചിട്ട് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ ഞങ്ങളത് സഹായിച്ചു തരാം. അല്ലെങ്കിൽ നമുക്കിവിടെ സൈനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പുതിയതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സൈനപ്പിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത ശേഷം, അതായത് നിങ്ങളുടെ പേരും നിങ്ങളുടെ മൊബൈൽ നമ്പർ, മെയിൽ ID, നിങ്ങൾ സെറ്റ് ചെയ്യുന്ന പാസ്വേഡൊക്കെ കൊടുത്ത ശേഷം ഇവിടെ ഒരു I agree എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ടിൽ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ്, നമ്മളിപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറിൽ അതുപോലെ തന്നെ മെയിൽ IDയിലും ഒരു പാസ്വേഡ് വന്നിട്ടുണ്ടാകും, ഒരു OTP ഉണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് OTP നിങ്ങളുടെ മൊബൈലിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മെയിൽ IDയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് ആ OTP കൊടുത്ത് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ OTP കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പറിലും നിങ്ങളുടെ അതുപോലെ തന്നെ ഇമെയിലിലും ഈ OTP വന്നിട്ടുണ്ട്. അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്രാഷ് കോഴ്സ് പ്രോഗ്രാമാണ് വേണ്ടത്. അപ്പം ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ക്രാഷ് കോഴ്സിൻ്റെ CVT കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ CVT പ്രോഗ്രാം സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക.
ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CUET പ്രോഗ്രാം 2025 ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനാണ് നമ്മൾ എൻറോൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ അതായത് പണ്ട് ഇവിടെ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തവർക്ക്, നിങ്ങൾ 8 പഠിച്ചപ്പോഴോ 10 പഠിച്ചപ്പോഴോ ഒക്കെ ക്രിയേറ്റ് ചെയ്തവർക്ക്, നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ അന്ന് ക്വാളിഫിക്കേഷനായി കൊടുത്ത് ചിലപ്പോൾ 10 ചിലപ്പോൾ 8 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ CUET പ്രോഗ്രാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മൈ കോഴ്സിനകത്ത് പോവുക. അവിടെ നമുക്കിവിടെ അപ്ഡേറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു ടാബുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ചോദിക്കും നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്തതുപോലെ തന്നെ ഇവിടെ ഒരു ഇപ്പോൾ ഞാൻ CUET കിടക്കുന്നത് നേരത്തെ സെലക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് അവിടെ വേറെ പ്രോഗ്രാം ആയിരിക്കും, 10 ആയിരിക്കും കിടക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ CUET ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്കിവിടെ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കാം. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ CUETക്കുള്ള നമുക്ക് പ്രോഗ്രാം കിട്ടും. ഇവിടെ നമുക്ക് CUET എടുക്കാം. നമുക്ക് CUETയുടെ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കാം. നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സെൻറ്ററാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് ടോട്ടലി ഫ്രീ ആയിട്ട് കിട്ടും നമ്മൾ ചെക്ക് ചെയ്തിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഫേസ് 3യുടെ ഇംഗ്ലീഷ് ഒള്ളി ബാച്ചും ടെസ്റ്റ് സീരീസ് മാത്രമാണെങ്കിൽ അതെടുക്കുക. ഫേസ് 3 എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത February 15 ബാച്ച്. ഫേസ് 3 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കോമ്പിനേഷൻ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ മാർച്ച് മാസത്തിലുള്ള ബാച്ച് ആണെങ്കിൽ അത് ഇംഗ്ലീഷ് ജനറൽ ടെസ്റ്റ് തന്നെ എടുക്കാം. അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി തന്നെ എടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫേസ് 4 നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എടുക്കുകയാണ്. എല്ലാം കോമ്പിനേഷനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ മാർച്ച് കൊടുക്കുകയാണ്. റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ ഞാൻ കൊടുത്തു. ഇനി നമ്മളോട് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞത്. നിങ്ങൾ ഇപ്പോൾ ഗൂഗിളിലാണോ, സോഷ്യൽ മീഡിയ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞാണോ? ഞാനിവിടെ സിംപ്ലി ഗൂഗിൾ കൊടുക്കുകയാണ്, കൺഫേം കൊടുത്തു. അപ്പോൾ നമ്മൾ അത് കൊടുത്ത ശേഷം നമുക്കിപ്പോൾ നോക്കിയാൽ അറിയാം നമ്മുടെ ഇവിടെ ഫീസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പേയ്മെൻറ്റ് ഓപ്ഷനുണ്ട്. പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യാം. പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് പറയും നമ്മുടെ പ്രൊഫൈൽ ഫില്ല് ചെയ്യാനുണ്ട്. അതിനുശേഷമേ നമുക്ക് ഫീ റെമിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്രൊഫൈൽ ഫില്ല് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം പേഴ്സണൽ ഡീറ്റെയിൽ ഫില്ല് ചെയ്യണം, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽ. അതിനുശേഷം 4ാമത്തെ സ്റ്റെപ്പാണ് കോഴ്സിൻ്റെ പേയ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ ഇവിടെ വെച്ച് ലോഗൗട്ടൊക്കെ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം എടുക്കാൻ ആദ്യം നിങ്ങൾ ഒന്നുകൂടെ റീലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൈ പ്രൊഫൈൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പ്രൊഫൈൽ ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്താൽ മതി. വീണ്ടും അതേ പേജിലോട്ട് തന്നെ നമ്മൾ വരും. നമുക്ക് എന്തൊക്കെയാണ് ഫില്ല് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഫോട്ടോ ഫില്ല് ചെയ്യാനുണ്ട്. ഇവിടെ നമുക്കൊരു ബട്ടൺ ഉണ്ട്, എഡിറ്റ് ബട്ടൺ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കൊന്ന് ഫോട്ടോ ഫില്ല് ചെയ്യാം. നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ അഗ്രി കൊടുക്കാം. അതുപോലെ നമുക്കൊരു ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഞാനൊരു ഡമ്മി ഇമേജാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഡമ്മി ഇമേജാണ്, നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ തന്നെ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫേസ് എവിടെയാണ് വരുന്നത് വെച്ചാൽ അതൊന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ അവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഭാഗം മാത്രമായിരിക്കും നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് സെലക്ട് ആയി വരുന്നത്. അതിനുശേഷം നമുക്കിവിടെ നോക്കാം നമ്മുടെ ജെൻഡർ, കാറ്റഗറി, ഫാദറിൻ്റെ ഡീറ്റെയിൽസ്, മദർ ഡീറ്റെയിൽസ്, ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാനുണ്ട്. ഞാൻ പെട്ടെന്ന് ഫില്ല് ചെയ്യാം. ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് ബട്ടൺ കൊടുക്കാം. പിന്നെ നമുക്ക് കൊടുക്കാനുള്ള എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ ആണ്. ഇപ്പം നമ്മൾ പഠിക്കുന്ന സ്കൂളിൻ്റെ അഡ്രസ്സ്, ഏത് കൺട്രിയിലാണ്, അതുപോലെ തന്നെ പ്രീവിയസ്ലി എന്തെങ്കിലും കോച്ചിങ് പോയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാം. അതെല്ലാം കൊടുത്ത ശേഷം നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽ ആണ്, നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സൊക്കെ നമുക്ക് കൊടുക്കാം. അതെല്ലാം നമുക്ക് ഫില്ല് ചെയ്ത ശേഷം നമുക്ക് നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് കാണിക്കും നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എല്ലാം നല്ല സക്സസ്ഫുള്ളി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രൊഫൈൽ ഫിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫീ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈ കോഴ്സിനകത്ത് തന്നെ നമുക്ക് വീണ്ടും പോകാം. എന്നിട്ട് ഇവിടെ രജിസ്റ്റേർഡ് കോഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്ത CUET പ്രോഗ്രാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ അവിടെ ഫീ പേയ്മെൻറ്റിനോട് ക്ലിക്ക് ചെയ്യുക. അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലിപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടും കൊടുക്കാം. ഓഫ്ലൈൻ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെല്ലാൻ ഡൗൺലോഡ് ആയിട്ട് വരും. ഈ ചെല്ലാൻ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് ഏത് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അങ്ങനെ ഓഫ്ലൈനായിട്ട് പേയ്മെൻറ്റ് നടത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെയാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് കൊടുത്ത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ, ഫോൺ പേ, അങ്ങനെ എല്ലാ രീതിയിലും നമുക്കിവിടെ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, എല്ലാ മോഡലുണ്ട്. അതുപോലെ നെറ്റ് ബാങ്കിങ് ഉണ്ട്, അതുപോലെ തന്നെ പലവിധ വാലറ്റുകളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് വന്നിരിക്കുന്നത് നിങ്ങൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇൻ്റർഫേസ് വരുന്നത്. പക്ഷേ നിങ്ങൾ ഒരു ഫോൺ വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ
നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ എന്ത് ആപ്പ് ഉപയോഗിച്ചാണോ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുന്നത്, ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോണിൽ വേണം നിങ്ങൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്താൻ. അതായത് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനൊന്നുമല്ല, നിങ്ങൾക്ക് അക്കൗണ്ട് എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അത് നിങ്ങൾ ആ ഫോണിൽ വേണം നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് നടത്താം. അതിനുശേഷം നിങ്ങൾക്ക് ഉടൻ തന്നെ നമ്മുടെ ഒരു കൺഫർമേഷൻ മെസ്സേജും ബില്ലും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. വിത്തിൻ ഒരു 1 day ഞങ്ങളുടെ ഇവിടുന്ന് ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളെ ഈ ഒരു കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ വിളിച്ച് ചോദിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.